Hello Chikras, Assalamualaikum. Welcome back to our channel. This is our new Kutushan. He's made from made. Hello, Assalamualaikum. Welcome back to our channel. Yes. After a long time. Long time. എപ്പോഴും ഞാൻ തന്നെ എപ്പോഴും ലോങ് ടൈം തന്നെ. മടി. Yes. അപ്പം പുതിയ ഒരാളുടെ ഇവിടെ ഓടിച്ചിരിക്കുന്നുണ്ട്. Come on. മുവാസ് എവിടെ? കാണുന്നില്ലല്ലോ. മുവാസ് എവിടെ? കാണുന്നില്ലല്ലോ. മുവാസിനെ കണ്ടോ? കണ്ടില്ലല്ലോ. കാണുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ പുതിയ മാസം. അസ്സലാമലൈക്കും. ഹൈഫൈ. ഓക്കെ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പ്രഗ്നൻസി വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നൗ നമ്മൾ മൂന്നുപേരും കൂടെ ചേർന്ന് അവനൊന്നും മനസ്സിലായില്ല. ഇപ്പൊ കുറച്ച് പഠിച്ചറിഞ്ഞു വരുന്നേ ഉള്ളൂ, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അവനിപ്പോഴൊന്നും മനസ്സിലായില്ല എന്താണ് സംഭവം. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ഓക്കെ. അപ്പം പ്രഗ്നൻസി വ്ലോഗ് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പോയി കാണാം. അങ്ങനെ കുറെ ഹൊറർ ടെറർ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഡെലിവറി വ്ലോഗ് പറയുന്നത്. അങ്ങനെ സെപ്റ്റംബർ 21 എൻ്റെ ലാസ്റ്റ് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നത്. പോയിട്ട് അവർ നോക്കി പറഞ്ഞു ഓക്കെ ബ്രീച്ചിലാണ് കുട്ടി. അനങ്ങിയിട്ടില്ല കുട്ടി. അങ്ങോട്ട് പോയിട്ടില്ല ഇങ്ങോട്ട് പോയിട്ടില്ല, കറക്റ്റ് ബ്രീച്ച് ആയിരുന്നു സ്റ്റാർട്ടിങ് മുതലേ. അപ്പം പറഞ്ഞു എല്ലാവർക്കും അറിയുന്ന പോലെ സി സെക്ഷൻ ആണ്. അങ്ങനെ സെപ്റ്റംബർ 22 മോർണിംഗ് 12:30 സി സെക്ഷൻ. ഫസ്റ്റ് എനിക്ക് നോർമൽ, അല്ലാത്ത ഡേറ്റ് ഒക്ടോബർ 5 ആയിരുന്നു. ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഡേറ്റ് മാറി. ഇവൻ മാറിയില്ല, ഇവൻ അവിടെ തന്നെ കിടന്ന് ബീച്ചിൽ കിടന്ന് എല്ലാ പ്ലാനുകളൊക്കെ തെറ്റി ബൈ. അങ്ങനെ ഡേറ്റ് ഒക്കെ മാറി. പോയി ഫോൺ എടുക്കാതിരുന്ന അങ്ങനെ ഡേറ്റ് ഒക്കെ മാറി. അങ്ങനെ ഞാൻ ഇൻഫോം ചെയ്തു ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിങ്സ് നടക്കുന്നത്. സെപ്റ്റംബർ 22 ആണ് അങ്ങനെ മുവാസ് വരാൻ പോകുന്നത് എന്ന് തീരുമാനിച്ചു. റൂമൊക്കെ സെറ്റായി. റൂമിൽ ഞാൻ പോയി നല്ല അടിപൊളിയായിട്ട് ഹോട്ടൽ റൂം കണക്ക് നല്ല എൻജോയ് ചെയ്തിരുന്നപ്പോഴത്തേക്കും റൂം കിട്ടിയത് ഒരു 7:30 ഒക്കെ 8 o'clock ആയി. അങ്ങനെ പോയിട്ട് അവർ യൂണിഫോം ഒക്കെ തന്നു. അതൊക്കെ അവരുടെ യൂണിഫോം പേഷ്യൻ്റ് അതൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് രാവിലെ വിളിച്ച് പേഷ്യന്റ് ഫോട്ടോ മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു. അത് മോർണിംഗ് രാത്രിത്തെ കാര്യമാണ്. അന്ന് രാവിലെ പോകുന്ന സമയത്ത് അത് രാവിലെ അത് പോകുന്ന സമയത്ത്. അങ്ങനെ നൈറ്റ് 9:30 കറക്റ്റ് ട്രിപ്പ് ഇടാൻ വേണ്ടി. അത് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ട്രിപ്പ് ഇടാൻ വന്നതോടെ എൻ്റെ എല്ലാം പൊളിഞ്ഞു. ട്രിപ്പ് ഞാൻ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഫീവർ ആയിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ അതൊന്നും ട്രിപ്പൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ട്രിപ്പ് കൊണ്ട് വന്നപ്പോൾ തന്നെ മതിയായി. അതിനുശേഷം പിന്നെ ട്രിപ്പ് ഇടാത്തവർക്ക് അറിയാം. ഫസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്, സി സെക്ഷനിൽ ഫസ്റ്റ് സ്റ്റേജ് പെയിൻ വരുന്നത്. നമുക്ക് നോർമലി പെയിൻ അനുഭവിക്കുന്നത് ട്രിപ്പ് ഇടുമ്പോൾ ചെറിയ വേദന. അങ്ങനെ പിന്നെ മിഡ്നൈറ്റ് 1 o'clock 2 o'clock ജസ്റ്റ് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കാനായിട്ട് അങ്ങനെ വരും. അത് കഴിഞ്ഞ് മോർണിംഗ് പറഞ്ഞു സി സെക്ഷൻ്റെ മുന്നേ പിന്നെയും 6 hours ഒന്നും ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. സോ രാവിലെ അങ്ങനെ എൻ്റെ 12:30 സി സെക്ഷനിൽ രാവിലെ 5 മണിക്ക് തന്നെ നേരത്തെ റെഡിയായി, കുളിച്ച് റെഡിയായി കല്യാണത്തിന് പോകുന്നത്. നല്ല ഒരുങ്ങി നേരത്തെ ഇങ്ങനെ ഒരുങ്ങി നിന്നു. മീൻസ് യൂണിഫോം കേട്ട് അവർ യൂണിഫോം കേട്ട് റെഡി ആയിട്ട് നിന്നു. അപ്പോഴൊന്നും എനിക്ക് ഒരു പേടിയില്ല, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ലൈക്ക് ഒരു ത്രില്ലർ മൂവി കാണുന്ന അടുത്തെന്ത് സംഭവിക്കും, നമുക്ക് അടുത്തെന്ത് സംഭവിക്കുന്ന ഒരു പിടിയില്ല. അങ്ങനെ കുറച്ച് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ. അങ്ങനെ പിന്നെ അവർ ആൾക്കാരൊക്കെ വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് കൈയും കാര്യങ്ങളൊക്കെ ഇടാൻ വരയ്ക്കാൻ വേണ്ടി കുറച്ച് ചെറിയൊരു പേടി. ഇവരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്താണ്.
അങ്ങനെ പോയപ്പോഴത്തേക്കും ആദ്യം എന്നെ ഓപ്പറേഷൻ റൂമിലല്ല, വേറൊരു റൂമിലാണ് 1 മണിക്കൂർ അവിടെ ഇരുന്ന് ഫുൾ മാസ്ക് ഇട്ടിട്ടുണ്ട്, ക്യാപ്പ് അതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ വരുന്ന എല്ലാ നഴ്സുമാരുടെ അടുത്ത് പേടിക്കേണ്ട കുട്ടി, ഞാൻ തുറന്നിട്ടില്ല. കാരണം എന്റെ കണ്ണിൽ എന്റെ പേടി അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടാണ്ട് ശ്വാസം ഉണ്ടായിരുന്നു ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. വെറുതെ നഴ്സുമാരൊക്കെ സിസ്റ്റേഴ്സുമാരൊക്കെ വന്നിട്ട് പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. എന്റെ കണ്ണിലുണ്ടായിരുന്നു ആ പേടി. അങ്ങനെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലൂടെ പോയി. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഉള്ളില് പോയിട്ട് ഫസ്റ്റ് നമ്മുടെ അനസ്തീഷ്യ ഇടുമല്ലോ, അത് എനിക്ക് സി സെക്ഷനിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ആയിരുന്നു അത്. അതെന്താന്നറിയില്ല, എനിക്ക് ശരിയായിരുന്നു തോന്നുന്നു. 2-3 ടൈംസ് അത് ഇഞ്ചക്ട് ചെയ്തു. അങ്ങനെ എന്തോ ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക്. അത് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും പേടിയുണ്ട് എനിക്കത്. പിന്നെ ആ സമയത്ത് ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്ത് ട്രിപ്പാന്ന് അറിയില്ല. അതിന് മുന്നേ ഇട്ട ട്രിപ്പിന് എല്ലാത്തിനും കാര്യം അത് ഇട്ടപ്പോൾ എനിക്ക് ബോഡി ഫുൾ അങ്ങ് കയറി തരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അല്ല, ട്രിപ്പ് വേറെ ഇടുന്ന, മറ്റേത് ബാക്ക് ബോണിൽ ഇടുന്ന സ്പൈനൽ. അങ്ങനെ അതിട്ടപ്പോഴത്തേക്ക് എൻ്റെ അതായത് പറഞ്ഞില്ലേ, ഒന്നും അറിയില്ല, ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അടുത്ത സ്റ്റെപ്പ് നടക്കുമെന്ന് അറിയില്ല. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ഒന്നും അറിഞ്ഞില്ല, ഒരു ഓപ്പറേഷൻ എല്ലാം സ്റ്റാർട്ടായി, എല്ലാം ആയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. 10 മിനിറ്റ്സിൽ പിന്നെ വേദന ഒന്നും ഉണ്ടാവില്ല. ഫുൾ നമ്മൾ അടിച്ചുപൊളിയായിരിക്കും. നമ്മൾ ചുമ്മാ അവിടെ ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരും നോക്കി ചുമ്മാ വെറുതെ ഇറങ്ങാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ടത് എനിക്ക് എവിടെ നിന്നറിയില്ല, അറിയാണ്ട് കണ്ണിന് വെള്ളം വന്നു. ഒരു നല്ല സന്തോഷമുള്ള കണ്ടിരുന്നു. പക്ഷേ അതധികം നീണ്ടില്ല. ഞാൻ സൗണ്ട് കേട്ടതോടെ ഇപ്പൊ വരും എവിടെ ഒന്ന് കണ്ടു. നമുക്കിവിടെ ഫുൾ കവേർഡായി. അപ്പൊ മുകളിലേക്ക് ഇവിടെ കാണിക്കും പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. സൗണ്ട് കേട്ടു, അതോടെ പിന്നെ തീർന്നു. പിന്നെ ഒരു സൗണ്ട് കേൾക്കുന്നത്. പിന്നെ അവിടെ ഒരു എന്താ പറയാ, ഒരു പരപ്പരപ്പല്ലേ. അത് കുറച്ച് കഴിഞ്ഞോണ്ടാണ് പിന്നെ ഫുൾ പരപ്പരപ്പ്. എന്റെ അടുത്ത് നിന്ന് ഡോക്ടേഴ്സും സിസ്റ്റേഴ്സുമാരും എല്ലാം ഒറ്റ. പിന്നെ ഉള്ളത് ആകെ 2 ഡോക്ടർ, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. എന്താ സംഭവിച്ചത്, എന്തായിരുന്നു ഒന്നും പെട്ടെന്ന് ഒരു നിശബ്ദത. പിന്നെ എന്തൊക്കെയോ എടുത്തിട്ട് പോകുന്ന കണ്ട്. ഇവരൊന്നും കാണിച്ചില്ല, ഫേസ് കണ്ടില്ല. വിചാരിച്ച് നോക്കാം, നമ്മൾ ആ ഫേസ് കാണാൻ വേണ്ടി 10 മാസം നിന്ന് അവസാനം ഫേസ് കണ്ടില്ല. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുന്നത്, കുറെ സമയത്ത് ഏതോ നേഴ്സ് ഇങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പറ്റി, എവിടെ കുഞ്ഞെവിടെ? അപ്പൊ പറഞ്ഞു, കുഞ്ഞിനൊരു ചെറിയ ശ്വാസം മുട്ടൽ പക്ഷെ പാരന്റ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയാണ്. അപ്പൊ പാരന്റ്സ് കാണിച്ച് പെട്ടെന്ന് കാര്യം പറഞ്ഞു, ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന. ഓക്കെ, ആദ്യം പറഞ്ഞ ഒരു 2-3 hours ഓക്കെയോ. അപ്പൊ അമ്മ എടുത്ത് കൊണ്ടുപോകുന്ന കണ്ട സമയത്ത് ഞാൻ ഒന്നാമത് വരാൻ പറ്റിയില്ല. അപ്പൊ രണ്ടാമത് ഒക്കെ നോർമൽ ആയിരിക്കും വിചാരിച്ച് പെട്ടെന്ന് ഐസിയിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞു. കരഞ്ഞ പ്രശ്നം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് വേറെ റൂമിലേക്ക്, നമ്മുടെ ഒബ്സർവേഷൻ റൂമിലേക്ക് വന്നു. അവിടെ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. മനസ്സിലായി. കാണുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഒബ്സർവേഷൻ റൂമില് എത്ര മണിക്കൂർ കിടന്നു എനിക്കൊന്നും ഓർമ്മയില്ല. അവിടെ കിടന്ന് ഞാൻ ഇപ്പൊ വരും നോക്കി ഇരുന്നില്ല. അപ്പുറത്തൊക്കെ പേഷ്യൻസ് ഉണ്ടായിരുന്നു, സി സെക്ഷൻ കഴിഞ്ഞവര്. പക്ഷെ കുട്ടികൾ അവരെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്നെ പോലെ ഒറ്റ കിടക്കുന്നുണ്ടായിരുന്നു വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്ത് കിടക്കുന്ന കുട്ടിയുടെ സൗണ്ട് കേട്ടു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല എന്താ പറയുക, പെട്ടെന്ന് വീണ്ടും മുഖം കണ്ടില്ലല്ലോ, ഫേസ് കണ്ടില്ല. ആ ഒരു കരച്ചിൽ ഇപ്പൊ എന്റെ ഇവിടുത്തുണ്ടെങ്കിൽ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോഴും കുറച്ച് ഞാൻ കരഞ്ഞു. പിന്നെ നേഴ്സ് വന്ന് കുറച്ച് സമാധാനിപ്പിച്ച് ഓക്കെ ആക്കിയെന്നെ. അത് കഴിഞ്ഞ് ഉമ്മ കാണാമെന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ട്. കൊച്ചിനെ കൊണ്ടുവരുന്ന മൂവാസിനെ കൊണ്ടുവരുന്ന. അപ്പൊ നല്ല എന്താ പറയാ, മറ്റേ വെള്ളത്തിൽ കുളിച്ച് വരുന്ന ആ ഒരു വീഡിയോ.
ഫുൾ ബുസ് 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 ആയിരിക്കുമല്ലോ വെള്ളത്തിലിടണം വരുന്നത് ആ അതായിരുന്നു. പിന്നെ ഞാൻ പിന്നെ എന്താ വെച്ചാൽ വേറെ എല്ലാം പെട്ടെന്ന് റൂമിലേക്ക് പോകണം എന്നൊരു ഇതുണ്ടാവും. പക്ഷെ എനിക്ക് അതുണ്ടായില്ല. കാരണം എന്തായാലും കൊണ്ടുവരികയാണെങ്കിൽ കൊച്ചിനെ എൻ്റെ അടുത്ത് ആരെയും കൊണ്ടുവരും. പിന്നെ കൂടെ സമാധാനം എണീറ്റൊക്കെ പോയാൽ മതി. അവർ എന്തായാലും എൻ്റെ ഉമ്മയും മൂത്തുമ്മയും മാത്രം റൂമിലുള്ളൂ. അതായത് ഞാൻ പെട്ടെന്ന് എണീറ്റ് നടന്നാൽ മാത്രം അവർ റൂമിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അതെല്ലായിടത്തും ഉണ്ട്. അപ്പം ഞാൻ അധികം സ്ട്രെയിൻ ഒന്നും കൊടുത്തില്ല. കുറച്ച് സമാധാനമായിട്ട് നല്ല കിടന്ന് റെസ്റ്റ് എടുത്ത് അവരെ ഫുൾ എല്ലാം ചേഞ്ച് ചെയ്ത് അതിനുശേഷം ഫുഡ് തന്ന് പിന്നെ അവർ നടത്തി കൊണ്ടുപോകാൻ പറ്റും. ആദ്യം എല്ലാവരും പറയും ഫസ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിസേറിയൻ മെയിൻലി സിസേറിയൻ കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര ഹാർഡ് സ്റ്റെപ്പാന്ന് പറയും. പക്ഷേ എനിക്ക് അതല്ലായിരുന്നു. ഞാൻ കുറച്ച് നല്ലോണം ടൈം എടുത്ത് കുറച്ച് ബ്രീത്തിങ് പ്രോസസ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നു പോയി വാഷ്റൂമൊക്കെ പോയിട്ട് പിന്നെ റൂമിനകത്ത് പോയി. അതിനുശേഷം നെക്സ്റ്റ് ഡേ അതായത് എനിക്ക് തോന്നുന്നു ഉള്ളിൽ നിന്ന് ആ ഒരു മരവിപ്പ് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പോയി നെക്സ്റ്റ് ഡേ തുടങ്ങും ദ റിയൽ പെയിൻ. അതാണ് പെയിൻ. അതായത് ഒരു സ്റ്റെപ്പ് നമുക്ക് അനക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്ട്രൈറ്റ് കിടക്കണം. കൈ പോലെ അനക്കാൻ പറ്റില്ല. കൈ കാല് ഒന്നും എണീറ്റിരിക്കാൻ തന്നെ ഒന്ന് എണീറ്റ് ബാത്റൂം പോകണമെങ്കിൽ തന്നെ മിനിമം 15 മിനിറ്റ്സ്. അത്രയ്ക്കും എന്താ പറയാ അത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക പെയിനാണ്. പിന്നെ എന്താ പറയാ എനിക്ക് ഞാൻ നോർമലി എന്താ പറയാ തുമ്മലും ഇതൊക്കെ ഉള്ള ആളാണ്. കുറച്ച് ഡസ്റ്റ് അലർജി ഉള്ള ആളാണ്. അങ്ങനത്തെ ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം ഈ സിസേറിയൻ കഴിഞ്ഞിരിക്കുന്ന സമയം നിങ്ങൾ എങ്ങാനും തുമ്മിയിട്ടോ ചുമച്ചിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക ആ സമയത്ത്. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ ഹെഡ് ഏക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഇഞ്ചക്ഷൻ ഒക്കെ ഇടുന്നുണ്ട്. ഹെഡ് ഏക്ക് വരാൻ ചാൻസസ് ഉണ്ട്. 2-3 days കോഫി മാത്രം കുടിക്കുക. ടീ ആയിട്ടും കുടിക്കാൻ നോക്കിയത്. പിന്നെ 6 hours കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ തരും. ഫുഡ് തരുമ്പോഴും വളരെ സമാധാനമായി ചവച്ചിറക്കി അയ്യോ വന്ന് അല്ല അവൻ NICU തന്നെ. അങ്ങനെ എനിക്ക് പിന്നെ വന്നിട്ട് ഒരു 6 hours അതായത് മോർണിംഗ് എനിക്ക് അതായത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ഡെലിവറി കഴിഞ്ഞോ ഒന്നും ഓർമ്മയില്ല. കാരണം ഇപ്പൊ എൻ്റെ അടുത്തില്ല. ഞാൻ വേറെ എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞ് വെറുതെ കിടക്കുന്ന നമുക്ക് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഇപ്പൊ NICU ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ഗുണം എന്താന്ന് വെച്ചാല് ഗുണം എന്താന്ന് വെച്ചാൽ എനിക്ക് എന്നെ നല്ലോണം കെയർ ചെയ്യാൻ പറ്റും. അതായത് എന്റെ മൂവ്മെന്റ് വാഷ്റൂമിൽ പോകുന്നതായാലും മൂവ്മെന്റ് പിന്നെ നമ്മുടെ കൂടെ ആരുണ്ടാവോ അവര് ടോട്ടലി നമ്മളെ തന്നെ നല്ലോണം നോക്കുന്നുണ്ടായിരുന്നു. അതായത് കുറച്ച് സമാധാനമായിട്ട് ടൈം കൊടുത്ത് നമുക്ക് റിക്കവർ ചെയ്യാം. പിന്നെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ശരി. അങ്ങനെ ഫസ്റ്റ് ഡേ ഓക്കെ കുഴപ്പമില്ലാണ്ട് പോയി. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും നമ്മളെന്തോ ഫേസ് കാണാൻ നമുക്ക് എന്തോ പോലെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെ കിടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. എന്തോ കണക്കുണ്ടാവും. സോ ഞാൻ ഡോക്ടറിനെ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു സെക്കൻഡ് ഡേ നടക്കാൻ പാടില്ല, 3rd day നിങ്ങൾക്ക് പോവാം. അവനാണ് നമ്മളെല്ലാരും കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത്. കൊച്ചെടുക്കാൻ പാടില്ല ഈ വീട്ടിൽ. കുഴപ്പമില്ല, കൊച്ചെടുത്തോണ്ടിരുന്ന പ്രശ്നമില്ല. ഓക്കെ അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ ഒന്നും എടുക്കാത്തത്. അങ്ങനെ ഞാൻ അങ്ങനെ 3rd day ഞാൻ കാണാൻ പോയി. മോർണിംഗ് ഡോക്ടർ പറഞ്ഞു 3rd day കണ്ടാൽ മതി, 2nd day തന്നെ നടക്കാൻ പറ്റൂല. 3rd day പോയപ്പോ തന്നെ എനിക്ക് അധികം നിൽക്കാൻ പറ്റില്ല. ഭയങ്കര പെയിൻ ആയിരുന്നു. നമുക്ക് അടിയിട്ട് നിന്ന് നോക്കാൻ പറ്റൂല. അങ്ങനെ പോയപ്പോഴത്തേക്കും കുഞ്ഞി കൊച്ചി അവിടെ പോയപ്പോഴത്തേക്കും ലാസ്റ്റ് NICU കുറേ ബേബീസ് അതൊക്കെ കുട്ടികൾക്ക് തന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് തോന്നുമ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് അതുകൊണ്ടല്ല അവനെ ഒന്നുമില്ല നമ്മൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രക്കും പ്രശ്നങ്ങൾ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ 5 months 6 monthsലൊക്കെ ജനിച്ച കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവനെ നോക്കിയപ്പോഴും ആദ്യപ്പോയി നോക്കിയപ്പോൾ ഒരാള് അവിടെ ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ. മൂക്കിലും വായിലും കയ്യിലും സൈഡിലും കാലിലും ഇവനാണെങ്കിൽ കണ്ണൊന്നും തുറന്നിട്ടില്ല. ഫുൾ ഇങ്ങനെ ഫുൾ അവര് പിന്നെ സെഡേഷൻ ചെറുതായിട്ടൊന്നും കൊടുത്ത് കിടത്തിയിട്ടുണ്ട്. കാരണം
കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ ട്യൂബ്സ് അത് ഇതൊക്കെ മിക്സ് ആവുന്നുണ്ട്, അതൊക്കെ വലിച്ച് പോകും. അതുകൊണ്ട് അവർ സജഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ 2 days പോയപ്പോഴത്തേക്കും ഒന്നുമില്ല, എനക്കൊന്നുമില്ല, കണ്ണൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു നമുക്ക് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും എങ്ങനെ കിടക്കുന്നു, ഒരു ഉഷാറില്ലാത്ത കണക്ക് എന്താണ് കിടക്കും. അങ്ങനെ 3rd day ആണെന്ന് തോന്നുന്നു. അങ്ങനെ മെയിൻ ഡോക്ടർ വന്ന് കേസ് പറഞ്ഞു, എന്താണ് ഇവൻ്റെ കേസ്. ചിലപ്പോൾ അത് നോർമലി ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ലങ്സിൽ അവർ ശ്വാസം എടുക്കുമ്പോഴാണ്, പുറത്ത് വന്നാലും ശ്വാസം എടുക്കുകയുള്ളൂ. അങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ഇതാണ്, മുന്നേ ഉള്ളതല്ല, ആ ടൈമിൽ ഉണ്ടാവുന്ന ഇതാണ്. എന്താണ് എല്ലാവർക്കും പറഞ്ഞു തരും. നല്ലതാണ്, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഇതല്ല, ഇത് റൂമിൽ വന്ന് പറഞ്ഞതാണ് മെയിൻ ഡോക്ടർ ഇക്ക വരുന്ന മുന്നേ. അങ്ങനെ വേറൊരു കേസ് പറഞ്ഞു, റെയർ കേസാണ്, അതായത് ഇത് മാറ്റാനേ പറ്റൂല, അതായത് ലൈഫ് ലോങ് ഓക്സിജൻ കൂടെ അങ്ങനെ കൊണ്ടു നടക്കേണ്ട ഒരു കേസ് ഉണ്ടാവാറുണ്ട്. അത് വെരി റെയർ എന്നാ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മളെ കുട്ടി ഈ സിറ്റുവേഷനിൽ കിടക്കുമ്പോൾ അത് കഴിയുമ്പോൾ കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ഭയങ്കര അത് കേട്ടതോടെ ഫുൾ ഡൗൺ ആയി, ഭയങ്കര പേടിയായി. രാത്രി ഒന്നും ഉറക്കമില്ല. എന്ന് നൈറ്റ് ഞാൻ ഉറങ്ങുന്ന മുന്നേ അല്ലെങ്കിൽ ഒരിക്കൽ മാത്രമേ പോകുള്ളൂ. പിന്നെ ആയപ്പോൾ ഒരു ദിവസം എല്ലാ പ്രാവശ്യം ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ ഭക്ഷണം കൊടുക്കുന്ന കണക്ക് എല്ലാ ടൈമും പോയി അങ്ങനെ കാണും. പക്ഷെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇക്കാന്ന് വെച്ചാൽ ആ കാര്യം പറഞ്ഞ്, അപ്പോൾ പിന്നെ ഇക്കാക്കൂടെ ടെൻഷനായി തുടങ്ങി. ഇല്ല ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടാണ് ഇക്ക അങ്ങോട്ട് ഉടനെ ഇല്ല ഞാൻ പറഞ്ഞിട്ടാണ് ഇക്ക അവിടുന്ന് ടിക്കറ്റ് ഉടനെ മാറ്റി കാസർഗോഡ് വന്നത് ഈ കാര്യം പറഞ്ഞിട്ട്. പിന്നെ ഇക്ക ഇപ്പൊ 26th എത്തി. ഇവൻ ജനിച്ച് 22 26 എത്തി. അപ്പോഴും ആൾ NICU തന്നെയാണ്. അങ്ങനെ പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് വന്ന് എന്തോന്നാ ഫസ്റ്റ് വരുന്ന ഇത് കൊടുക്കണം എന്ന് പറയില്ല, അതൊന്നും ഇവന് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഫസ്റ്റ് തന്നെ ആ പൊടിപാൽ തന്നെയാണ് ഇങ്ങനെ കുടിച്ച് വളർന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു 3rd or 4th day ആണ് അവര് പമ്പ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊടുത്തു. പിന്നെ എന്താ പറയാ, പിന്നെ ഇക്ക വന്ന് ഇക്ക ഞാനും ഇക്ക വന്ന് അന്ന് രാത്രി ഞാൻ അവിടെ രാത്രി എത്തി, പിറ്റേന്ന് രാവിലെ എന്നിട്ട് ഇക്ക ഞാനും. പിന്നെ അവര് നല്ലൊരു കാര്യം വെച്ചാൽ ഹസ്ബൻഡും അതായത് കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും എപ്പോ വേണേ പോവാം, ഏത് മിഡ് നൈറ്റോ അങ്ങനെ ഒന്നുമില്ല, എപ്പോ കാണുന്ന എപ്പോ വേണേ എത്ര സമയം വേണമെങ്കിൽ ഇരിക്കാം. അതൊരു നല്ല ഇതാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇക്കാൻ ഞാൻ പോയപ്പോഴാണ് അന്നാണ് ചെറുതായിട്ട് ഒരു കണ്ണിങ്ങോട്ട് ഇങ്ങനെ തുറന്നു നോക്കുന്നത്. പക്ഷെ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ചോദിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ്. കുറച്ച് സ്ലോ ആയിരുന്നു അവൻ സ്റ്റാർട്ടിങ്ങില്. പിന്നെ ആയപ്പോൾ നമുക്ക് പോയി നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് അറിഞ്ഞു, അതായത് ഓരോ ട്യൂബായിട്ട് മാറ്റിയിട്ടുണ്ടാവും. ഇക്കാണ് സെക്കൻഡ് നമ്മൾ ഡിസ്ചാർജ് ആയി. പക്ഷെ ഐസിയുല് ബേബി ഐസിയുല് തന്നെ ഉണ്ട്. ഇവള് മൗസുവിന് ഡിസ്ചാർജ് ആയി, റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത്. എന്നിട്ട് ഇവരൊക്കെ നമ്മളെല്ലാരും പിന്നെ റൂമിലേക്ക് വന്നു. പക്ഷെ അവിടെ അടുത്ത് റിലേറ്റീവിന്റെ വീടുണ്ടായിരുന്നു, അപ്പൊ അവിടെ പോയി നമ്മള് സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ ഇവനെ കാണാൻ അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, എന്ന് വെച്ചാൽ ഐസിയുല് നിൽക്കും. അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഓരോ 3 hour കൂടുമ്പോ പാലെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് വരും, ഐസിയിലേക്ക് പമ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വരും. അങ്ങനെ ഓരോ 3 hours ആവുമ്പോ ഇല്ലെങ്കിൽ ഡിലേ വിളിക്കും, എവിടെ രാത്രിയിലൊക്കെ പോയില്ല. രാത്രിയിൽ ചിലപ്പോ 12 മണിക്കൊക്കെ പോകുമ്പോ 2 നേരത്തേക്കുള്ള ഒന്നിച്ച് കൊണ്ടുപോകും. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് മിൽക്ക് കുടിച്ച ശേഷമാണ് കുറച്ചൊന്ന് ഉഷാർ. പിന്നെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വന്ന് തുടങ്ങി, കൈയൊക്കെ കാലൊക്കെ താടാൻ തുടങ്ങി. 10 ദിവസം കിടന്നു മൊത്തത്തിൽ കറക്റ്റ് 9 to 10 days അങ്ങനെ കറക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഷിഫ്റ്റ് ആയിട്ട് 4th day ആണ് അവർ പറയുന്നത്, ഓക്കെ കുട്ടി റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വരാം, കുട്ടീനെ വാർഡിലേക്ക് മാറ്റാം എന്ന്, റൂമിലേക്ക് മാറ്റാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും സന്തോഷമായി. കുട്ടി വരാൻ പോകുന്നു. കുട്ടി ഇതുവരെ കണ്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഇല്ല അവരാരും എന്റെ ഉമ്മ ഉണ്ട്. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾക്കും കൂടെ കയറി കാണാം. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഫാദറിനും മദറിനും, വേറെ കുട്ടിയുടെ ആരും കാണാൻ പറ്റില്ല. അങ്ങനെ എന്താ പറയാ, പ്രഗ്നൻസി ഡെലിവറി ആയിരുന്നില്ല. ഡെലിവറി ആയ ശേഷം അടുത്ത പിന്നെ നൈറ്റ് ഒരു 10 days കഴിഞ്ഞിട്ട് 2 ദിവസം നൈറ്റ്, അതും കുറെ വെയിറ്റ് ചെയ്ത് വൈകുന്നേരം നമ്മൾ വന്നില്ലേ റൂമൊക്കെ എടുത്ത്, അതിപ്പോ രാത്രി 10 മണിക്ക് തന്നാണ് കൊച്ചിനെ തന്നത്. അങ്ങനെ പൊതിഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഫോട്ടോ ഉണ്ടെങ്കിൽ ഇടാം. അങ്ങനെ കുട്ടി വന്നു.
കുട്ടി വന്നിട്ട് പിന്നെ നന്നായി. പിന്നെ നെക്സ്റ്റ് ഡേ ഒരു ദിവസം മാത്രം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതായി. പിന്നെ NICU കിടന്നിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഒരു പേടി ഉണ്ടാവും. ഫാൻ ഇടുമ്പോൾ പൊടി അത് ഇതൊക്കെ കുറച്ച് എക്സ്ട്രാ നോക്കി ചെറിയ ഒന്ന് കരഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഇതാവും, പേടിയാവും. അങ്ങനെ NICU കിടന്ന് വേറൊരു പുതിയ എക്സ്പീരിയൻസ് ഒക്കെ തന്നു. നമുക്ക് ടെൻഷനും ടോട്ടലി ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരുന്നു എൻ്റെ ഡെലിവറി. നമുക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായോണ്ടെങ്കിൽ മൊത്തം എപ്പോഴെങ്കിലും വരുമോ റിപ്പീറ്റ്. പക്ഷെ അതിനുശേഷം ഡോക്ടർ അടുത്ത് 2 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ പറഞ്ഞില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഫുൾ ക്യൂർ ആക്കിയിട്ടേ വിടുള്ളൂ. അതുപോലെ തന്നെ ഫുൾ ക്യൂർ ആക്കിയിട്ട് വിട്ടു. പിന്നെ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ 2-3 days ഇൻ കേസ് എന്തെങ്കിലും പനി വന്നാലോ അതാകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അൽഹംദുലില്ലാ ഫുൾ നമ്മളെ ഭരിച്ച് നടക്കുകയാണ്. 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ്. ഇപ്പൊ 11 months കഴിഞ്ഞു. നെക്സ്റ്റ് മന്ത് ബർത്ത്ഡേ ആണ്. നമ്മളെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഡ്രസ്സ് ഒക്കെ ഇട്ട സമയത്ത് വിചാരിച്ചു എവിടെയോ പോകണം, രണ്ടുപേരും കൂടെ ഭയങ്കര ഞാൻ ഡ്രസ് ഷോളൊക്കെ ഇട്ടാലും ഓക്കെ മനസ്സിലായി നമ്മൾ എവിടെ പോകുന്നുണ്ട്. റെഡി എപ്പോഴാണ് അടുത്ത അപ്പൊ ഓക്കെ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.